ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒന്ന് നോക്കാം. ഇതിലേക്ക് തുടക്കം എവിടെ നിന്നാണ് എന്ന് നമുക്ക് നോക്കാം. തുടക്കം തൊട്ട് നമുക്ക് തുടങ്ങാം. 2021 മുതൽ 2024 വരെയുള്ള പോസ്റ്റ് കോവിഡ് സമയത്ത് UK ഹെൽത്ത് കെയർ മേഖലയിലൊക്കെ, സോഷ്യൽ ഹെൽത്ത് കെയർ മേഖലയിലൊക്കെ ഒരുപാട് വേക്കൻസികൾ ഉണ്ടായി. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് റിക്രൂട്ട്മെന്റ് അധികമായി, തുടർന്ന് ഒരുപാട് പേര് UK ഫാമിലിയുമായി എത്തി. ഗവൺമെന്റ് നിയമങ്ങൾ വലിയ ഇളവുകൾ നൽകിക്കൊണ്ടേയിരുന്നു. അപ്പൊ ലക്ഷക്കണക്കിന് മലയാളികൾ അടക്കമുള്ള ആൾക്കാർ ഈ ഗ്യാപ്പിൽ UK ഒന്ന് സെറ്റിൽ. പക്ഷേ ഇതിനെ തുടർന്ന് ഗവൺമെന്റ് ഈ ഒരു ഇളവുകൾ നൽകിയതിനെ തുടർന്ന് ഒരുപാട് പേര് UK ആയിട്ട് ഒഴുകിക്കൊണ്ടിരുന്നു. അപ്പൊ പ്രായോഗികമായിട്ട് UK എന്തായി, ഒരു ബുദ്ധിമുട്ട് ഫീലായി. കാരണം എന്താണ്, നിയമം സ്ട്രിക്റ്റ് ആക്കേണ്ട രീതിയിലോട്ട് മാറി. വേക്കൻസികൾ കുറഞ്ഞു വന്നു, ആൾക്കാരുടെ എണ്ണം കൂടി, വീടുകൾക്ക് വലിയ വാടക കൊടുക്കേണ്ടി വന്നു. അതേപോലെ തന്നെ ആൾക്കാർക്ക് പലർക്കും ജോലി ലഭിക്കാതെയായി. UK ആൾക്കാരും ഇതുപോലെ ബുദ്ധിമുട്ടി. ഓൾറെഡി UK ആൾക്കാരും UK പൗരന്മാരും ഈ പുറത്തു നിന്നുള്ള ആൾക്കാരുടെ വരവ് അധികമായപ്പോൾ അവർക്കും അത് ബുദ്ധിമുട്ടായി ഫീൽ ചെയ്തു തുടങ്ങി. ഇതോടെ ഗവൺമെന്റ് ഇത് സ്ട്രിക്റ്റ് ആയിട്ടും ഇത് കുറയ്ക്കണം എന്ന ഒരു ചിന്താഗതിയിലോട്ട് എത്തിച്ചു. ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് ഘട്ടം ഘട്ടമായിട്ട് UK വരുന്ന ആൾക്കാരുടെ എണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് നിയമങ്ങളിൽ സ്ട്രിക്റ്റ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു തുടങ്ങി. അങ്ങനെയൊക്കെയാണ് നഴ്സുമാർ UK റിക്രൂട്ട്മെന്റ് പതുക്കെ ഗ്രാജുവലി ആണ് ഒരു കുറച്ചത്.